നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയോ, മോസല അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാനത്തെ മേഴ്സിസൈഡ് ഡെർബി കളിച്ചു. ആ ഡെർബിയിൽ ലിവർപൂൾ അവസാന നിമിഷത്തിൽ വെർജിൽ വാൻ ഡൈക്കിൻ്റെ ഗോളിലൂടെ വിജയിച്ച് കയറിയിരിക്കുന്നു. ലൈറ്റ് ഡ്രാമ. ഇഞ്ചുറി ടൈം 10 മിനിറ്റ് ആകുമ്പോഴാണ് ആ ഗോൾ വന്നിരിക്കുന്നത്. അതാ മോസല ഗോളടിച്ചുകൊണ്ട് സാക്ഷാൽ സ്റ്റീവൻ ജെറാർഡിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്നു. യെസ്, മേഴ്സിസൈഡ് ഡെർബിയിൽ 9 PL ഡെർബി ഗോളുകളാണ് സ്റ്റീവൻ ജെറാർഡിൻ്റെ പേരിലുള്ളത്, ലിവർപൂൾ ഇതിഹാസത്തിൻ്റെ പേരിലുള്ളത്. മറ്റൊരു ഇതിഹാസം മോസല ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്നു. ലാസ്റ്റ് അവർ മേഴ്സിസൈഡ് ഡെർബിയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ, അതിലാണ് അദ്ദേഹം ഈ ഒരു ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. എനിവേ, ഒടുവിൽ 2-1 ജയിച്ചു കയറി ലിവർപൂള്. മോസലയും വാൻ ഡൈക്കും അവർക്ക് വേണ്ടി ഗോൾ അടിച്ചപ്പോൾ ബെറ്റോയാണ് എവേർട്ടൻ്റെ ഗോൾ കണ്ടെത്തിയത്. എവേർട്ടൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബെറ്റോ, അതുപോലെ ആൻഡ്രിയായെ, മാഗ്നെയിൽ എന്നിവരൊക്കെ ഒരുമിച്ചിറങ്ങി. അതേസമയം മറുഭാഗത്ത് അലക്സാണ്ടർ ഐസക്കും ഗാക്പോയും ഫ്ലോറിൻ വേർട്സും മോസലയും ഒക്കെയാണ് ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 29ാമത്തെ മിനിറ്റിൽ മോസലയുടെ ഗോളിലൂടെ ലിവർപൂൾ ലീഡെടുത്തതാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവരൊരു ഗോളിന് മുന്നിലായിരുന്നെങ്കിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബെറ്റോയിലൂടെ എവേർട്ടൻ ഗോൾ മടക്കി 1-1 സമനില. 90 മിനിറ്റ് കഴിയുമ്പോഴും കളി അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്ന അവസാന ഘട്ടത്തിൽ വാൻ ഡൈക്കിൻ്റെ ഗോൾ ലിവർപൂളിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അതേസമയം മറ്റൊരു മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 4-1 ബേൺലിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഗിബ്സ് വൈറ്റിൻ്റെ ഹാട്രിക്കാണ്. കൂടാതെ ഇഗോർ ഹീസസും ഒരു ഗോൾ അടിച്ചപ്പോൾ 4-1 വിജയിച്ച് കയറി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ലിവർപൂൾ ഈ ജയത്തോടുകൂടി 33 കളി 85 പോയിൻ്റ് 5-ാം സ്ഥാനത്താണ്. അതേസമയം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 33 കളി 36 പോയിൻറ്റോടെ 16-ാമത്, 33 കളി 20 പോയിൻറ്റുള്ള ബേൺലി 19-ാം സ്ഥാനത്തുമാണ്. എവേർട്ടൻ 33 കളികളിൽ നിന്ന് 47 പോയിൻറ്റോടെ 10-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ